അപ്പേ എന്തോ നമ്മൾ കിണർ പണിന്റെ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ചെയ്തില്ലേ? ഉം. അപ്പൊ ഒരു അങ്കിൾ അതില് കമന്റ് ഇട്ടില്ലേ, ഉം. ഊമ്പിയ കറിയുന്ന്. പ്രിയപ്പെട്ട ജേക്കബ് തോമസ്, താങ്കളാണല്ലോ ഊമ്പിയ കറി എന്നൊരു കമൻ്റ് ഇട്ടത്. എൻ്റെ പൊന്നു ജേക്കബ് തോമസ്, എൻ്റെ അമ്മ ഉണ്ടാക്കിയ കറിയാണത്. അതിന് നല്ല രുചിയുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന കറിക്ക് രുചി ഏറെയാണ്. ഞാൻ ഈ യാത്രയൊക്കെ പോയി വരുന്ന സമയത്ത് കോഴിക്കോടൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ വിളിച്ചു പറയും, കുറച്ച് വയനാടൻ തൊണ്ടിയരിയുടെ കുത്തരി കഞ്ഞി ചമ്മന്തി അരച്ച് വയ്ക്കാൻ പറയും. അത് മുളക് ചുട്ട് അരച്ച ചമ്മന്തിയാണ് ഏറെ ഇഷ്ടം. അത് അമ്മിക്കല്ലിലും കൂടെ അരയ്ക്കുമ്പോൾ. അമ്മ ഉണ്ടാക്കുന്നതൊന്നും ഊമ്പിയ കറിയല്ല തോമസ് ജേക്കബ്. എന്നെ എൻ്റെ അമ്മ ഗർഭം ധരിച്ച സമയത്ത് അമ്മയ്ക്ക് മഞ്ഞപ്പിത്തം വന്നു. അപ്പം അന്ന് വൈദ്യന്മാരെ കാണിച്ചപ്പോൾ വൈദ്യന്മാരൊക്കെ പറഞ്ഞു 2 കുഴി വെട്ടിക്കൊള്ളാൻ, ഒന്ന് അമ്മയ്ക്കും ഒന്ന് കുഞ്ഞിനും. അതിനെ അതിജീവിച്ച് അമ്മ എന്നെ പ്രസവിച്ച സമയത്തൊന്നും അമ്മയ്ക്ക് ബോധമില്ലായിരുന്നു. എപ്പോഴെങ്കിലും ഒരു ഓർമ്മ വരുന്ന സമയത്ത് എന്നെ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ തലയിൽ, എൻ്റെ തലേൻ്റെ ഈ ഭാഗത്ത് അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ച ഒരു കയ്യിൻ്റെ പാട് ഒട്ടലുണ്ട്. അമ്മ പാലൊന്നും എനിക്ക് ആ കുഞ്ഞുനാൾ തന്നിരുന്നില്ല, കാരണം മഞ്ഞപ്പിത്തമുള്ള ഒരാൾക്ക് പാൽ കൊടുക്കണ്ടെന്നൊക്കെ വൈദ്യർ പറഞ്ഞുകൊണ്ട്. അതെല്ലാം മാറിയതിന് ശേഷം അമ്മ, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പോലും എനിക്ക് പാല് തരുമായിരുന്നു. അങ്ങനെയുള്ളൊരു അമ്മ ഉണ്ടാക്കിയ കറിയെ ഊമ്പിയ കറി എന്നൊന്നും പറയല്ലേ. എന്തായാലും തോമസ് ജേക്കബ് വയനാട്ടിലേക്ക് വരുമ്പോൾ എന്നെ വിളിക്കണം, വീട്ടിലേക്ക് വരണം. ആ അമ്മ ഉണ്ടാക്കിയ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ തോമസ് ജേക്കബിനെ സ്നേഹപൂർവ്വം നമുക്ക് ക്ഷണിക്കാം.